CMA USA എക്സാം ഒരു കോച്ചിങ്ങും ഇല്ലാതെ സ്വന്തമായിട്ട് പഠിച്ച് പാസ്സാവാൻ പറ്റും. ഒരുപാട് വിദ്യാർത്ഥികൾ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് ലക്ഷങ്ങളൊക്കെ കൊടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കുന്നത്, സ്വന്തമായിട്ട് പഠിച്ച് പാസ്സാവാൻ പറ്റില്ലേ എന്നൊരു ചോദ്യം പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. ആൻഡ് ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് യെസ്, ടെക്നിക്കലി ഇറ്റ്സ് ആൻ യെസ്. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഒരു കോച്ചിങ്ങും ഇല്ലാതെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് CMA USA ആണെങ്കിലും ACSE ആണെങ്കിലും ഈവൻ CA ആണെങ്കിൽ പോലും പാസ്സാവാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലേണർ ആയിരിക്കണം. ഡിസിപ്ലിൻ എന്ന് പറയുന്ന സമയത്ത് വ്യക്തമായിട്ട് എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, ഏത് രീതിയിലുള്ളൊരു സ്റ്റഡി മെത്തേഡാണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. പൊതുവെ ഇത്തരം ഐഡിയാസ് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? നമ്മൾ എവിടെയെങ്കിലും പഠിക്കാൻ പോകുമ്പോഴായിരിക്കും കിട്ടുന്നത്. അല്ലാത്ത പക്ഷം ആ ഐഡിയ എങ്ങനെ ജനറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച ആൾക്കാരോട് കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ പോലും നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, കോറ പോലത്തെ ഓപ്ഷൻസ് ഉണ്ട്. CMA USന്റെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഹിയർ ഇറ്റ് ഫ്രം ലോട്ട് ഓഫ് ക്വാളിഫൈഡ് പീപ്പിൾസ് ഓർ ആസ്പിറൻസ്. അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അഭിപ്രായങ്ങൾ മേടിക്കുക. പക്ഷെ അങ്ങനെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന ഒരു സമയത്ത് പലർക്കും പല അഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പലരും വേരിയഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. ചിലർ പറയും എനിക്ക് ഇത് വളരെ ഈസി ആയിരുന്നു, ഞാൻ 3 മാസം കൊണ്ട് പാസ്സായി എന്ന് പറയും. ചിലർ പറയും ഞാൻ 3 അറ്റംപ്റ്റ് എഴുതിയിട്ടും പാസ്സായിട്ടില്ല എന്ന് പറയും. അപ്പം നിങ്ങൾ ആസ് എ കാൻഡിഡേറ്റ് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. സോ അവിടെ വ്യക്തമായിട്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് മാത്രം കളക്ട് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പ്ലാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഈ ചാനൽ തന്നെ എക്സാം ടിപ്സും എക്സാം എങ്ങനെ ഫേസ് ചെയ്യണമെന്നും എങ്ങനെയൊക്കെ പഠിക്കണമെന്നും MCQസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇഷ്ടം പോലെ വീഡിയോസും ചാനൽസും ഇൻ്റർനെറ്റിലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അതെല്ലാം കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ CMA USലേക്ക് വരികയാണെങ്കിൽ MCQs ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇത് കറക്കി കുത്തി പാസ്സാവാൻ പറ്റുമായിരിക്കും, 4 ഓപ്ഷനല്ലേ ഉള്ളൂ, ഏതെങ്കിലും ഒരെണ്ണം കിട്ടാൻ സാധ്യതയില്ലേ? എന്നാൽ അങ്ങനെയല്ല. 2 ഓപ്ഷൻസ് നമ്മുടെ റീസണിങ് സ്കില്ലും ബേസിക് ആയിട്ടുള്ള സ്കില്ലും ഒക്കെ വെച്ചിട്ട് കോമൺ സെൻസും ഒക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ള 2 ഓപ്ഷൻസ് കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റൽ നോളജ് ഉണ്ടെങ്കിലേ സാധിക്കൂ. അപ്പോൾ ആ കോൺസെപ്റ്റൽ നോളജ് എവിടെ വരുന്നത്? ഇൻഡെപ്ത് ലേണിംഗ് ആവശ്യമാണ്. അപ്പോൾ ഇൻഡെപ്ത് ലേണിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നുള്ളത് സെൽഫ് സ്റ്റഡി പഠിക്കുന്ന ആൾ ചിന്തിക്കണം. മെറ്റീരിയൽസ് നമുക്കറിയാം, ഹോക്ക്, ഗ്ലൈം, വൈലി, ബെക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ മെറ്റീരിയൽസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽസ് ഏതാണെന്നുള്ളതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഹോക്ക് തന്നെയാണ് ഏറ്റവും മികച്ച മെറ്റീരിയൽ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, എസ്പെഷ്യലി സെൽഫ് സ്റ്റഡി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹോക്കിൻ്റെ മെറ്റീരിയൽസ് അബ്സല്യൂട്ട്ലി ഗ്രേറ്റ് ആണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്രിഹെൻസീവ് ആണ് പുസ്തകം. പുസ്തകത്തിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ബേസിക് ലെവലിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൽ വലുപ്പവും കണ്ട് കോണ്ടന്റും കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ പേടിക്കും, ഇത്രയും പഠിക്കണോ? അവിടെ കൺഫ്യൂഷൻസ് വരും. അതിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതിനാണ് ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാതാവും. ഇതൊക്കെയാണ് സെൽഫ് സ്റ്റഡി നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത്. പക്ഷേ നിങ്ങൾ ഡെഡിക്കേറ്റഡ് എനഫ് ആണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഫീഡ്ബാക്ക്, റിവ്യൂസ് ഒക്കെ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ, വ്യക്തമായൊരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് നോളജ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഹോക്കിൻ്റെ ടെസ്റ്റിൽ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടൊരു കാര്യമാണ് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഇത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും സ്വന്തമായിട്ട് പഠിച്ചാലും വേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസസ് എന്നുള്ളത്. MCQs മാക്സിമം ആൻസേഴ്സ് ശരിയാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം ഫെയിൽ ആവും. MCQ ശരിയാക്കണമെങ്കിൽ എത്രത്തോളം MCQs നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുമോ അത്രയും ചെയ്ത് പഠിക്കുക. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരില്ല, പക്ഷേ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹോക്കിൻ്റെ ആണെങ്കിലും വയലിൻ്റെ ആണെങ്കിലും ഗ്ലൈം ആണെങ്കിലും ബെക്കർ ആണെങ്കിലും മറ്റേത് മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടിയാലും അതിലെ എല്ലാ ചോദ്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണം. എല്ലാ ടോപ്പിക്സിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം പാസ്സാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് സ്കൈ ഹൈ ആണ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെൽഫ് സ്റ്റഡി നടത്തുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ ഫീ അടയ്ക്കേണ്ടി വരും. അൺലെസ് കോമൺ ആയിട്ട് IMA ഒരു ഡിസ്കൗണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അത് ആക്സസിബിൾ ആവത്തുള്ളൂ. സോ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ട്യൂഷൻ ഫീക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പൈസ ആയിരിക്കും ഈ പറഞ്ഞ ഡിസ്കൗണ്ട് ആയിട്ട് ചിലപ്പോൾ പോകുന്നത്. സോ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് അത് ബാലൻസ് ആയി പോവുകയാണ് അവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും വരുമ്പോൾ ഈ പറഞ്ഞ
യൂട്യൂബും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരാളോട് പോയിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള റിവിഷൻ തരാനോ ഒന്നുകൂടെ ആ ക്ലാസ് എടുത്ത് തരാനോ അങ്ങനെ ഒരു ഇൻ പേഴ്സൺ ആളെ കിട്ടാത്തത് തീർച്ചയായിട്ടും ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടാനും പ്രോപ്പറായിട്ട് ഒരു ലക്ഷ്യമില്ലാതെ പോകാനും സാധ്യതയുണ്ട്. അതായത് ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് കൂടെ പഠിക്കുന്നവരെല്ലാം തന്നെ ഒരു നെക്സ്റ്റ് 6 months പരീക്ഷ എഴുതുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കും ആ ഒരു മോട്ടിവേഷൻ വരും, ഇന്ന മന്തിൽ എക്സാം എഴുതണം, ഈ വിൻഡോയിൽ എക്സാം എഴുതി പാസ്സാവണമെന്ന്. പക്ഷെ ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ബോധേടായിരിക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇത് നീട്ടി വെക്കും, അടുത്ത വിൻഡോയിൽ എഴുതാമെന്ന് പറയും. പക്ഷേ ആ സമയമാകുമ്പോൾ ചിലപ്പോൾ മടി കാരണം പഠിക്കാതെ അടുത്ത വിൻഡോയിലേക്ക് ഇത് സ്കിപ്പായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡിലേസ് വരാനും ആ ഒറ്റയ്ക്ക് പഠിക്കുന്നതുകൊണ്ടുള്ള ആ ഒരു എലോൺ ഫീൽ കാരണം തന്നെ പലപ്പോഴും ഫോക്കസ് നഷ്ടപ്പെടാനുള്ള സാധ്യത സെൽഫ് സ്റ്റഡിയിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വെൽ സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ കിട്ടാനും അതുപോലെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഒരു ഹെൽപ്പായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരോട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് അറിയാത്ത കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പോകാം. അപ്പോൾ അവരുടെ ഒരു ഹെൽപ്പും അവരുടെ ആ ഒരു സഹവാസമൊക്കെ തന്നെ നിങ്ങളെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യും, എക്സാംസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ വലിയ തുക കൊടുത്തിട്ട് പോയി പഠിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഗെറ്റ് ദ സെയിം ക്ലാസ്സസ് അറ്റ് എ റീസണബിൾ കോസ്റ്റ് ഇൻ മെനി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. പലപ്പോഴും പല വിദ്യാർത്ഥികളും അത് ശ്രദ്ധിക്കാതെ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഐ ഹാവ് ഓൾറെഡി ഡൺ എ വീഡിയോ ഓൺ ദാറ്റ്. സോ എൻഡ് ഓഫ് ദ ഡേ ദ ക്വസ്റ്റ്യൻ ഈസ്, സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ടെക്നിക്കലി പോസിബിൾ ആണ്. സ്വന്തമായിട്ട് പാസ്സാവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതും ടെക്നിക്കലി പോസിബിൾ ആണ്. ഇങ്ങനെ എല്ലാവരും അതുപോലെ പാസ്സാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 100 പേര് പരീക്ഷ എഴുതുമ്പോൾ 40 to 50 സ്റ്റുഡൻസ് ആയിരിക്കും പാസ്സാവുന്നത്, ബാക്കി 50 സ്റ്റുഡൻസ് അപ്പോഴും ഫെയിൽ ആവുന്നുണ്ട്. അപ്പോൾ അത് സ്വന്തമായിട്ട് പഠിച്ചാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലും നിങ്ങളുടെ ഫോക്കസ് ശരിയല്ല, നിങ്ങൾ കൃത്യമായിട്ട് എഫർട്ട് ഇടുന്നില്ല, കൃത്യമായിട്ട് എക്സാമിൻ്റെ സ്ട്രക്ചറും പാറ്റേണും മനസ്സിലാക്കിയിട്ടല്ല നിങ്ങൾ പഠിക്കുന്നെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സ്ട്രക്ചേർഡ് ഗൈഡൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ഒന്നിനും വേണ്ടി വേവലാതിപ്പെടേണ്ട ആവശ്യം വരുന്നില്ല.